Best Actor at Asia Vision Movie Awards. The most handsome actor of the Malayalam film industry. Look at this man. Look at him walk. Padma Shri Dr. Bharat Mammootty. Mammootty award നൽകുന്നതിനായി I would like to welcome Mr. Tamban KP, Lulu Group, to kindly hand over the trophy. ഷാർജ നല്ലൊരു കൈഡി നൽകും നമ്മുടെ മമ്മൂട്ടിക്ക്. ഇദ്ദേഹം നൽകിയ കഥാപാത്രങ്ങൾക്ക് ഇത് പോരാ. Certificate നൽകുന്നതിനായി I request Radha Krishnan, CEO Wall Street Exchange, to kindly do the honors. And special award നൽകുന്നതിനായി Samir Mohammed, Flexi Electronics and Home Appliances. I request you, sir. ടിവിയുടെ ചെയർമാനും കൂടിയായ മമ്മുക്ക ആണ് ഏഷ്യ വിഷൻ മൂവി അവാർഡ്സ് 2014 ബെസ്റ്റ് ആക്ടർ വിജയി. As always, you look so handsome. We love you so much. മമ്മുക്കയ്ക്ക് എന്താണ് ഇവിടെയുള്ള ആൾക്കാരോട് ഈ അവാർഡ് സ്വീകരിക്കുമ്പോൾ പറയാനുള്ളത്? നമസ്കാരം. ഏഷ്യ വിഷൻ്റെ 9ാമത്തെ അവാർഡ് ദാന ചടങ്ങാണ്. ഇതിൽ 6 പ്രാവശ്യവും എനിക്ക് തന്നെയാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. ഏഷ്യ വിഷൻ അവാർഡ് എനിക്ക് വാങ്ങിത്തന്ന എല്ലാ മലയാള ചലച്ചിത്ര പ്രേമികളോടും എൻ്റെ പ്രിയപ്പെട്ട അഭ്യുദയാകാംക്ഷികളോടും എനിക്കുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നിങ്ങളൊരുപക്ഷേ ഈ മുന്നറിയിപ്പിൽ ആ സീനിൽ പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്. ഈ സത്യവും വെളിച്ചവും എന്നൊക്കെ പറയുന്നത് നമുക്കൊരിക്കലും ഇല്ലാതാക്കാൻ പറ്റില്ല. അത് മറച്ചു വയ്ക്കാനോ തടഞ്ഞു നിർത്താനേ സാധിക്കുകയുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഇല്ലാതാവുന്നില്ല. അതുപോലെ തന്നെയാണ് എനിക്കുള്ള അഭിനയത്തോടുള്ള അതിമോഹവും. എനിക്കതൊരിക്കലും ഇല്ലാതാകുകയല്ല, ആരൊക്കെ തടഞ്ഞു നിർത്തിയാലും, ആരൊക്കെ മറച്ചു വെച്ചാൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങോട്ടുള്ള ജീവിതം തന്നെ, എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ ഇനിയും ഇതുപോലെ ഒരുപാട് കഥാപാത്രങ്ങൾ എന്നെ തേടിയെത്തും എന്നുള്ളത് തന്നെയാണ്. ആ പ്രതീക്ഷയാണ് ഒരുപക്ഷെ എന്നിലുള്ള മനുഷ്യനെയും എന്നിലുള്ള നടനെയും എന്നിലുള്ള വ്യക്തിയെയും ജീവിപ്പിക്കുന്നത്. ആ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ എപ്പോഴും നിങ്ങളിലൂടെയാണ് എനിക്ക് എത്തിച്ചേരുന്നതാണ് അതിൻ്റെ സത്യം. ആ സത്യവും മറച്ചു വയ്ക്കാൻ പറ്റില്ല. ഈ രഞ്ജിനി ഹരിദാസ് ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ വലിയ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അത്രയും എനർജി എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇവരോടൊക്കെ ഒരുപക്ഷെ ഇതുപോലൊരു സ്റ്റേജിൽ കയറി എന്ന് പറയുന്നത് പോലെ ഞാൻ പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങളുടെ അമ്മയുടെ പ്രസിഡൻറ്റും MP-യുമായ ഇന്നസെൻ്റ് ഞങ്ങൾ ഒന്നിച്ചാണ് ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയ അത്ഭുത കൃത്യങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും ഒക്കെ പ്രസംഗിച്ചതും അതാർക്കും മനസ്സിലാകാതെ പോയതിനെ പറ്റിയൊക്കെ അദ്ദേഹം ഇന്ന് രാവിലെ എന്നോട് പറയുന്നുണ്ട്. അതുപോലെ ജയറാമിൻ്റെ ഈ ചെണ്ട, മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ടായിട്ടുണ്ട്. സത്യൻ മുതൽ ഭരത് ഗോപി വരെ പ്രഗത്ഭരായ ഒരുപാട് നടന്മാരുണ്ടായിരുന്നു. അവരാരും കലാമണ്ഡലം ജയറാമായിട്ടില്ല. മലയാളത്തിലെ ഏക കലാമണ്ഡലം ജയറാമാണ്. കലാമണ്ഡലം ഗോപിയൊക്കെ കലാമണ്ഡലം ആയതിനു ശേഷം സിനിമയിൽ അഭിനയിച്ചാണ്. സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പോൾ കലാഭവൻ മണി എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ വലുതാണ് കലാമണ്ഡലം ജയറാം. ആ ജയറാമിനെ നിങ്ങളിവിടെ ചെണ്ട കൊട്ടിച്ചു. അത് ഞാൻ ആദ്യമായിട്ടാണ് സൂട്ടിട്ട് ഒരാൾ ചെണ്ട കൊട്ടുന്നത് കാണുന്നത്. ഇനിയിപ്പോൾ ഈ ചെണ്ടക്കാരൊക്കെ ഇപ്പം മുണ്ടും ജുബയായിരുന്നു. ഇനി നാളെ അവന് ചെണ്ട സൂട്ടിട്ട് കൊട്ടുമെന്ന് അറിഞ്ഞുകൂടാ. വളരെ സന്തോഷമുണ്ട്.
ഞാൻ കോട്ട് ഊരിയത് കൊണ്ട് കുഴപ്പമുണ്ടോ? ഭയങ്കര സ്റ്റൈലായിരുന്നു. ചുമ്മാ ഇരിക്കട്ടെ, ഒരു സ്റ്റൈൽ, ഒരു എൻട്രി വേണ്ട. ഇനി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ നിസാർ സയ്യിദുമായിട്ടൊരു ചെറിയ കരാർ ഒപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം പടം ഇറങ്ങിയിട്ടുണ്ട്. അതിന് അപ്പുറത്തേക്ക് ആരും വലിയ അഭിനയം കാഴ്ചവെച്ചില്ലെങ്കിൽ അടുത്ത കൊല്ലവും ഇതിന് കിട്ടുന്ന ഒരു വലിയ സംഖ്യയാണ്. അതുകൊണ്ടൊരു താല്പര്യമുണ്ട്. അത് നിങ്ങൾ ഏതായാലും അടുത്ത പ്രാവശ്യവും എനിക്കും നമ്മളിവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ജയറാമിനെ ഒന്നും നിരാശപ്പെടുത്തുന്നില്ല. ജയറാമിനും സിദ്ദീഖിനും ഇന്നസെന്റിനും ഒക്കെ മഞ്ജുവിനും ഒക്കെ തന്നെ അടുത്ത വർഷം ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ വീണ്ടും കാണാം, ഒരു വൈകുന്നേരം ഇതുപോലെ ചെലവഴിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മമ്മൂക്ക.